അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 2025 പ്രത്യാശയുടെ ജൂബിലി വർഷം വിജയകരമായി പൂർത്തിയാക്കാൻ പ്രയത്നിച്ചവർക്ക് നന്ദി അറിയിച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ. ജൂബിലി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ തന്റെ കൃതജ്ഞത പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ ഒരു വർഷക്കാലം റോമിലെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ആതിഥേയത്വവും സുരക്ഷയും ഒരുക്കിയ എല്ലാവരെയും പാപ്പ പ്രത്യേകം അഭിനന്ദിച്ചു. തീർത്ഥാടകർക്ക് ആത്മീയമായ അനുഭവം ഒരുക്കുന്നതിൽ ഓരോരുത്തരും വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ സ്വീകരിക്കാനൊരുങ്ങുന്ന ബൾഗേറിയ തങ്ങളുടെ നാണയങ്ങളിൽ വിശുദ്ധരുടെ രൂപങ്ങൾ ഉൾപ്പെടുത്തി. രാജ്യത്തിന്റെ ആഴത്തിലുള്ള മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യം ലോകത്തിനു മുന്നിൽ വിളിച്ചോതുന്നതിനാണ് ഈ നീക്കം. പുറത്തിറങ്ങാനിരിക്കുന്ന വിവിധ മൂല്യങ്ങളുള്ള നാണയങ്ങളിലാണ് ബൾഗേറിയയുടെ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വിശുദ്ധ രൂപങ്ങൾ ഉൾപ്പെടുത്തുന്നത്. പ്രധാനമായും ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയിലെ വിശുദ്ധ രൂപങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ ജോൺ ഓഫ് ലിവ, വിശുദ്ധ പയസ് ഓഫ് ഹെലിൻഡർ എന്നിവരുടെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 യൂറോ നാണയത്തിന് വശങ്ങളിൽ സിറിലിക് ലിപിയിൽ ദൈവം ബൾഗേറിയയെ സംരക്ഷിക്കട്ടെ എന്ന വാചകവും എഴുതിയിട്ടുണ്ട്. വിശുദ്ധരുടെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ചിത്രകാരൻ ഒടുവിൽ ആ വിശുദ്ധന്റെ പാത പിന്തുടർന്ന് കത്തോലിക്ക സഭയിലേക്ക്. അമേരിക്കയിലെ കൻസാസ് സ്വദേശിയായ ഏണസ്റ്റ് വിൻസെന്റ് വുഡ് മൂന്നാമൻ എന്ന കലാകാരനാണ് തന്റെ ചിത്രരചനയിലൂടെ വിശ്വാസത്തിന്റെ പുതിയ ലോകം കണ്ടെത്തിയത്. ബാപ്റ്റിസ്റ്റ് വിശ്വാസത്തിൽ വളരുകയും ആ വഴിയിൽ ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഏണസ്റ്റ്. എന്നാൽ ഇറ്റലിയിലെ കലാപഠനത്തിനിടയിൽ യൂറോപ്പിലെ കത്തോലിക്ക വിശ്വാസവും കലാവൈഭവവും വിശുദ്ധരുടെ ചിത്രങ്ങളും അദ്ദേഹത്തെ സ്വാധീനിച്ചു. എങ്കിലും തന്റെ കല ദൈവമഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന സുഹൃത്തുക്കളുടെ ഉപദേശമാണ് അദ്ദേഹത്തെ ആത്മീയ ചിത്രരചനയിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ദൈവവുമായുള്ള സൗഹൃദം വളർത്താനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവവുമായുള്ള സൗഹൃദ ബന്ധം വളർത്തിയെടുക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ അനുസ്മരിച്ച പാപ്പ ഇത് നമ്മളിൽ നമ്മുടെ മാമോദീസയുടെ ഓർമ്മകൾ ഉണർത്തട്ടെ എന്ന് ആശംസിച്ചു. 2ാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ക്രിസ്തുവുമായുള്ള സൗഹൃദത്തിലേക്ക് വിളിക്കുന്നുവെന്ന് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസമാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, കാരണം ദാസൻ തന്റെ യജമാനൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ ഭാഗത്തിലെ യേശുവിന്റെ വാക്കുകൾ ലിയോ 14 പാപ്പ ഓർമ്മിപ്പിച്ചു. യേശു ക്രിസ്തു ദൈവവുമായുള്ള മനുഷ്യന്റെ ബന്ധത്തെ പൂർണ്ണമായി പരിവർത്തനം ചെയ്യുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അത് ഇനി മുതൽ സൗഹൃദത്തിന്റെ ബന്ധമാണ്. അതിനാൽ പുതിയ ഉടമ്പടിയുടെ ഏകവ്യവസ്ഥ സ്നേഹമാണെന്നും പാപ്പ വ്യക്തമാക്കി. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.